one standing. I keep reaching for greatness because I'm built. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2021 ഇറങ്ങിയ ഗോഡ്സില വേഴ്സസ് കോങ്ങും അതുപോലെ 2024 ഇറങ്ങിയ ഗോഡ്സില എക്സ് കോങ്ങുമാണ്. ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സ്കൾ ഐലൻഡിൽ വിശാലമായി കിടക്കുന്ന കോങ്ങിനെയാണ്. ആ ഒരു ഐലൻഡിലെ ഒരു വലിയ ഡോമിനുള്ളിലായിരുന്നു കോങ് താമസിച്ചിരുന്നത്. മൊണാർക്ക് ഓർഗനൈസേഷനാണ് ആ ഡോം തയ്യാറാക്കിയത്. ശേഷം അവര് കോങ്ങിനെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. കോങ്ങിനെ കാണാൻ വേണ്ടിട്ട് ഒരു ചെറിയ കുട്ടി ആ കാടിനുള്ളിൽ വന്നു പോകാറുണ്ടായിരുന്നു. അവളാണ് ജിയ. പണ്ട് സ്കൾ ഐലൻഡിലും കുറേയധികം ആദിവാസികൾ ഉണ്ടായിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം അവിടെ ഒരു വലിയ പ്രളയം വരികയും അത് കാരണം അവിടെയുള്ള എല്ലാ ട്രൈബ്സും മരണപ്പെടുകയും ചെയ്യുകയാണ്. അതിൽ നിന്ന് കോങ് രക്ഷിച്ചുകൊണ്ട് വന്ന പെൺകുട്ടിയാണ് ജിയ. ജിയയ്ക്ക് സംസാരിക്കാനോ കേൾക്കാനോ കഴിയില്ല. പക്ഷേ അവൾ സൈൻ ലാംഗ്വേജ് ഉപയോഗിച്ച് കോങ്ങിനോട് സംസാരിക്കും. ജിയ കോങ്ങിനോട് സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായി അവന് ആ കാട് മുഴുവനും നശിപ്പിക്കാനുള്ള ദേഷ്യമാണുള്ളതെന്ന്. കോങ് ഇപ്പൊ നല്ല ദേഷ്യത്തിലാണ് എന്ന് ആ ചെറിയ കുട്ടി തന്റെ വളർത്തമ്മടുത്ത് ചെന്ന് പറയും. കോങ്ങിനെ സ്കൾ ഐലൻഡിൽ കൊണ്ടുവരാനും ഒരു കാരണമുണ്ടായിരുന്നു. കോങ് സ്കൾ ഐലൻഡിന്റെ വെളിയിൽ പോയാൽ ഗോഡ്സിലയ്ക്ക് എത്ര ദൂരെ നിന്നായാലും അത് സെൻസ് ചെയ്ത് അറിയാൻ സാധിക്കും. അതായത് കോങ് ആൽഫ ടൈറ്റൻ ആണ്. അതുകൊണ്ട് തന്നെ ഗോഡ്സില കോങ് തന്റെ ശത്രുവാണെന്ന് കരുതി ആക്രമിക്കുകയും ചെയ്യും. പക്ഷെ കോങ്ങിന്റെ വലിപ്പം ഓരോ ദിവസം കഴിഞ്ഞു പോകുന്തോറും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ആ കാരണം കൊണ്ട് തന്നെ കോങ്ങിനെ മറ്റു ഡോമിലേക്ക് എത്രയും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ബെർണിയാണ്. എപെക്സ് സൈബർനെറ്റിക്സ് എന്ന് പറയുന്നത് മൊണാർക്ക് പോലത്തെ ഒരു കമ്പനിയാണ്. അവിടുത്തെ എംപ്ലോയി ആണ് ബെർണി. ബെർണി കമ്പനിയിലെ എംപ്ലോയി മാത്രമായിരുന്നില്ല, ടൈറ്റൻ ട്രൂത്ത് പോഡ്കാസ്റ്റിലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എപെക്സ് കമ്പനിയിലെ സീക്രട്ട് ഫയൽസ് എല്ലാമുള്ള ഒരു പെൻഡ്രൈവ് ബെർണി ആരും അറിയാതെ എടുക്കും. അത് തുറന്നു നോക്കുമ്പോൾ ബെർണിക്ക് മനസ്സിലാകും കമ്പനിയിലുള്ള ആളുകൾ ആരും അറിയാതെ ചിലപ്പോൾ ഭൂമിക്ക് തന്നെ അപകടം വരാൻ സാധ്യതയുള്ള ഒരു മോശമായ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഗോഡ്സില സമുദ്രത്തിന്റെ മുകളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് എപെക്സ് കമ്പനി മുഴുവനായി നശിപ്പിക്കുകയും ചെയ്യും. അതിൽ നിന്ന് ഒരുപാട് പരിക്കുകളോട് കൂടി തന്നെ ബെർണി രക്ഷപ്പെടും. ആ കമ്പനിയിൽ ഉണ്ടായിട്ട് കൂടി ബെർണി ഇതുവരെ കാണാത്ത ഒരു സിസ്റ്റവും അവിടെ വെച്ച് കാണും. അടുത്ത ദിവസം തന്നെ ഗോഡ്സിലെ പറ്റിയിട്ടുള്ള ന്യൂസ് ടിവിയിലെല്ലാം വരാൻ തുടങ്ങും. ഇപ്പോൾ ഗോഡ്സില മനുഷ്യർക്ക് അപകടമായി മാറിയിരിക്കുകയാണ്. അതിനെ തകർക്കാൻ വേണ്ടി ഞങ്ങളൊരു മിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വോൾട്ടർ പറയും. വോൾട്ടർ ന്യൂസിലൂടെ പറഞ്ഞ ഈ കാര്യങ്ങൾ മെഡിസൺ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം ഗോഡ്സില പല പ്രാവശ്യമായിട്ട് മനുഷ്യനെ മറ്റു മോൺസ്റ്റേഴ്സിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. ഗോഡ്സില ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് എന്തെങ്കിലും കാരണമുണ്ടാകുമെന്നും മെഡിസൺ കരുതും. ഈ വിഷയമെല്ലാം മൊണാർക്ക് ക്യാമ്പിലുള്ള തന്റെ ഫാദറിനോടും മെഡിസൺ പറയും. പക്ഷെ അദ്ദേഹത്തിന് ഒറ്റൊരു മറുപടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: മൃഗങ്ങൾക്കും മനുഷ്യരെ പോലെ നിറം മാറാൻ കഴിയും. അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നതും. ഗോഡ്സില മനുഷ്യർക്ക് അപകടമായി മാറിയിരിക്കുകയാണ്. പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയ മെഡിസൺ ബെർണിയുടെ ടൈറ്റൻ ട്രൂത്ത് പോഡ്കാസ്റ്റുകൾക്കും. കാരണം ബെർണി മാത്രമാണ് ഇപ്പോഴും ഗോഡ്സിലെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നീട് മെഡിസൺ ബെർണിയെ നേരിട്ട് കാണാൻ തീരുമാനിക്കും. അതേസമയം വോൾട്ടർ ഡോക്ടർ നെയ്തനെ കാണാൻ വേണ്ടി പോകും. ഡോക്ടർ നെയ്തൻ ഒരു ജിയോളജിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു ബുക്കും എഴുതിയിട്ടുണ്ടായിരുന്നു: ഭൂമിയുടെ ഉള്ളിലും ഒരു ഹോളോ എർത്ത് ഉണ്ടാകും. ടൈറ്റൻസ് ജനിച്ചത് ഭൂമിയിലാണെങ്കിൽ പോലും ഇവരുടെ എനർജി കിട്ടുന്നത് ഹോളോ എർത്തിൽ നിന്നാണ്. കോങ് ഒരു കാലത്ത് ജനിച്ചു വളർന്ന് അതിന്റെ കുടുംബവുമുള്ള നല്ല ശാന്തതയും സമാധാനവും ഗോഡ്സില ഒരിക്കലും എത്താത്ത ഒരു സ്ഥലത്തേക്ക് മൊണാർക്ക് ടീം കോങ്ങിനെ ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അന്ന് രാത്രിയായപ്പോൾ ജിയ ആരും അറിയാതെ കോങ്ങിന്റെ അടുത്ത് സൈൻ ലാംഗ്വേജിൽ സംസാരിക്കും. പക്ഷെ ജിയയുടെ അമ്മയ്ക്ക് അവൾ സൈൻ ലാംഗ്വേജിൽ കോങ്ങിനോട് സംസാരിക്കുന്ന വിഷയം അറിയില്ലായിരുന്നു. ജിയയുടെ അമ്മ എപെക്സ് കമ്പനിയിലെ ഹെഡാണ്, പക്ഷെ വർക്ക് ചെയ്യുന്നത് മൊണാർക്ക് കമ്പനിക്ക് വേണ്ടിയാണ്. മെഡിസൺ തന്റെ കൂട്ടുകാരനായ ജോഷിന്റെ കൂടെ ബെർണിയെ കാണാൻ വേണ്ടി പോകും. ബെർണി മെഡിസണോട് പറയും ഗോഡ്സിലെ അറ്റാക്ക് ചെയ്യാൻ കാരണം തന്നെ എപെക്സ് കമ്പനിയാണ്. പ്രകൃതിക്ക് ദോഷം വരുന്ന എന്തോ ഒന്ന് നിർമ്മിച്ച് എപെക്സ് കമ്പനി ഹോങ്കോങ് ഫെസിലിറ്റിയിലേക്ക് അയക്കാൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ടാണ് ഗോഡ്സില അറ്റാക്ക് ചെയ്യാനുള്ള കാരണമെന്ന് ബെർണി പറയും. മൊണാർക്ക് കമ്പനി വീണ്ടും കോങ്ങിനെ കൊണ്ട് യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ പെട്ടെന്ന് അവിടെ സംഭവിച്ചത് വലിയൊരു ദുരന്തമായിരുന്നു.
കോങ്ങും കണ്ടുമുട്ടുകയാണ് ചെയ്തത്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവിടെ ഒരു വലിയ ഫൈറ്റ് തന്നെ നടക്കും. അത് കാരണം കുറെ പേര് മരണപ്പെടുകയും ചെയ്യും. കോങ്ങിനെ രക്ഷിക്കാൻ വേണ്ടി ബാക്കിയുള്ളവര് അതിനെ മയക്കുമരുന്നും കൊണ്ട് ഷൂട്ട് ചെയ്യും. അങ്ങനെ കോങ്ങിന്റെ ബോധം നഷ്ടപ്പെടുകയും ഇത് കണ്ട ഗോഡ്സില കോങ് മരണപ്പെട്ടതാണെന്ന് കരുതി തിരിച്ചു പോവുകയും ചെയ്യും. കോങ്ങിനെയും കൊണ്ട് അന്റാർട്ടിക്കയിൽ ഷിപ്പിലൂടെ പോകുന്നത് അപകടമാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. ഇനി കോങ്ങിനെ കൊണ്ടുപോകാൻ വേണ്ടി വേറെ ഏതെങ്കിലും ഫെസിലിറ്റീസ് ചെയ്യാമെന്ന് അവർ തീരുമാനിക്കും. മെഡിസനും ജോഷും കൂടി ചേർന്ന് ബെർണിയുടെ കൂടെ എപെക്സ് കമ്പനിയുടെ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റിയിലേക്ക് പോകും. പ്രകൃതിക്ക് ദോഷമായിട്ടുള്ള എന്താണ് അവിടെ നിർമ്മിച്ചത് എന്ന് അറിയാൻ വേണ്ടിയാണ് അവരവിടേക്ക് പോകുന്നത്. ഒരു കമ്പാർട്ട്മെന്റ് മുഴുവനും സ്കൾ ക്രോളറിന്റെ എക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അവര് 3 പേരും ആ കമ്പാർട്ട്മെന്റിനുള്ളിൽ കുടുങ്ങുകയാണ് ചെയ്തത്. ശരിക്കും അതൊരു കമ്പാർട്ട്മെന്റ് ആയിരുന്നില്ല, പകരം സൂപ്പർ സ്പീഡ് ട്രാൻസ്പോർട്ടർ ആയിരുന്നു. അതായത് ആ മുട്ടയെല്ലാം അണ്ടർഗ്രൗണ്ടിലൂടെ എപെക്സ് ഹോങ്കോങ് ബേസിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതേ സമയം കോങ്ങിനെ അന്റാർട്ടിക്കയിലേക്ക് കുറേയധികം ഹെലികോപ്റ്ററിന്റെ നെറ്റിന്റെയും സഹായത്തോടെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. വളരെയധികം തണുപ്പുള്ളതുകൊണ്ട് തന്നെ കോങ്ങിന് അന്റാർട്ടിക്ക ഒട്ടും തന്നെ ഇഷ്ടപ്പെടുകയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ജിയ കോങ്ങിനോട് പറയും, ആ ഗുഹയിലാണ് നീ താമസിക്കേണ്ടത്. ജിയ ചൂണ്ടിക്കാണിച്ചത് ഹോളോ എർത്ത് ടണലാണ്. പക്ഷെ കോങ് അതിന്റെ ഉള്ളിലേക്ക് പോവുകയില്ല. പിന്നീട് ജിയ കോങ്ങിനെ നിർബന്ധിച്ച് അതിന്റെ ഉള്ളിലേക്ക് പറഞ്ഞയക്കും. കോങ്ങിന്റെ പുറകിൽ ആ ടീമും പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ വളരെയധികം സാഹസികപരമായിട്ട് അവർ ഹോളോ എർത്തിലേക്ക് വരികയാണ്. വേഗത്തിൽ താഴേക്ക് വീഴുന്നത് കൊണ്ട് തന്നെ അവര് 2 പേരും 2 വഴിയിലേക്കാണ് പോയത്. കോങ് ഒരു മരത്തിൽ തൂങ്ങിക്കിടന്ന് അവിടുന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെടും. പക്ഷേ മൊണാർക്ക് ടീമിനെ കാത്തിരുന്നത് വേറൊരു അപകടമായിരുന്നു. ടീമിനെ ആക്രമിക്കാൻ വരികയും പിന്നീട് കോങ് അതിനെ കൊല്ലുകയും ചെയ്യും. ഭൂമിയേക്കാൾ വ്യത്യാസവും എന്നാൽ ഭംഗിയേറിയതുമായിരുന്നു ആ സ്ഥലം കാണാൻ. ബെർണിയും കൂട്ടരും ഹോങ്കോങ് ബേസിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ശേഷം അവര് 3 പേരും ഒരു വലിയ റൂമിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനുള്ളിൽ റോബോട്ട് മെക്കാഗോഡ്സിലെയും ഉണ്ടായിരുന്നു. കിങ് ഗട്ടോരക തലയോട്ടിയിൽ ന്യൂറൽ നെറ്റ്വർക്ക് സെറ്റ് ചെയ്ത് ഒരു മനുഷ്യനാണ് ആ റോബോട്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ പവർ സപ്ലൈയുടെ കുറവ് കൊണ്ട് അത് പെട്ടെന്ന് ഓഫായി പോവുകയും ചെയ്യും. ഇതിനെ ചലിപ്പിക്കാൻ വേണ്ടി വോൾട്ടറിന് ഹോളോ എർത്തിന്റെ പവേഴ്സ് ആണ് വേണ്ടിയത്. മെക്ക ഗോഡ്സിലെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗിഡോറയുടെ തലയോട്ടി ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ഗോഡ്സിലേക്ക് വേഗത്തിൽ തന്നെ സെൻസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഹോളോ എർത്തിലേക്ക് പോയാൽ ഗോഡ്സില സെൻസ് ചെയ്ത് വരും. അത് ഇവർക്ക് തന്നെയാണ് അപകടം. പക്ഷെ അതിനു മുൻപ് തന്നെ ഗോഡ്സില മെക്ക ഗോഡ്സിലയുടെ എനർജി സെൻസ് ചെയ്തിരുന്നു. ഇപ്പോൾ അത് ഹോങ്കോങ് നഗരത്തിലേക്ക് വരികയാണ്. ഇതേ സമയം കോങ് തന്റെ പൂർവികരുടെ ക്ഷേത്രം കണ്ടെത്തുന്നു. കോങ് അതിന്റെ വാതിലിലുള്ള ഒരു പാടിൽ കൈവെക്കും. എന്നിട്ട് ആ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പോകും. കോങ്ങിന്റെ പൂർവികരാണ് പണ്ട് ഹോളോ എർത്ത് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അവര് ഉപയോഗിച്ച ആയുധങ്ങളും കോങ്ങിന് കിട്ടും. ആ ആയുധം മറ്റു ഗോഡ്സിലയുടെ പുറത്തുള്ള എല്ലും കൊണ്ട് തയ്യാറാക്കിയതായിരുന്നു. അതിന്റെ അർത്ഥം ഈ 2 കൂട്ടരും പാരമ്പര്യമായിട്ട് ശത്രുക്കൾ തന്നെയാണ്. ഇതേ സമയം മെഡിസനും കൂട്ടരും ഗിട്ടോരക തലയോട്ടി കണ്ടെത്തുകയാണ് ചെയ്തത്. ഇവര് ഇവിടെ നിൽക്കുന്ന കണ്ട സെക്യൂരിറ്റി പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. ഹോങ്കോങ് നഗരത്തിലേക്ക് ഗോഡ്സില വരികയും സിറ്റിയുടെ നടുവിലൂടെ ഗോഡ്സില എപെക്സ് കമ്പനിയെ നശിപ്പിക്കാൻ വേണ്ടി പോകും. ഇതേ സമയം കോങ് ഹോളോ എർത്തിലെ എനർജി കണ്ടെത്തുകയും അതിൽ തന്റെ ആയുധം വെച്ച് ചാർജും ചെയ്യും. കാരണം അത് ഗോഡ്സിലയുടെ പുറത്തുള്ള എല്ലിന്റേതായിരുന്നു. ഇത് കണ്ട മായ ആ എനർജി ഡയറക്റ്റ് ഹോങ്കോങ്ങിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. മറ്റു ആളുകളെല്ലാം അവളെ തടയാൻ ശ്രമിക്കും. പക്ഷെ അവരെയെല്ലാം മായ ഗൺ പോയിന്റിൽ നിർത്തും. കാരണം എനർജി ഡയറക്റ്റ് ഹോങ്കോങ്ങിലേക്ക് എത്തുമ്പോൾ ഗോഡ്സിലയ്ക്ക് കോങ് ഇവിടെയുള്ള കാര്യം അറിയാൻ സാധിക്കും. കോങ് ഹോളോ എർത്തിലുള്ള കാര്യം ഇപ്പൊ ഗോഡ്സിലയും അറിഞ്ഞിരിക്കുകയാണ്. ഗോഡ്സില വളരെയധികം ശക്തിയായി ഭൂമിയിലേക്ക് നോക്കി തന്റെ വായിലൂടെ അഗ്നി പുറപ്പെടുത്തും. അന്നേരം അവിടെ വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാവുകയും അത് നേരെ ഹോളോ എർത്തിലേക്ക് പോവുകയും ഒരു വലിയ ഗുഹയാവുകയും ചെയ്യും. മായ അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി കോങ്ങിനെ ആക്രമിക്കുമ്പോൾ അത് അവളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. പിന്നീട് കോങ് ആ ഗുഹയിലൂടെ ഹോങ്കോങ്ങിലേക്ക് എത്തിച്ചേരും. അതിനുശേഷം അവിടെ നടന്നത് വലിയൊരു ഫൈറ്റാണ്.
എർഗൻ ഫൈറ്റിന്റെ അവസാനം കോങ് തോറ്റുകൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഗോഡ്സില ഹോങ്കോങ് നഗരത്തിൽ നിന്ന് വീണ്ടും സമുദ്രത്തിലേക്ക് തിരിച്ചു പോകും. കോങ്ങിന്റെ അവസ്ഥ വളരെയധികം മോശമായിരുന്നു. മെക്ക ഗോഡ്സിലയ്ക്ക് വോൾട്ടർ വീണ്ടും എനർജി കൊടുക്കും. ഈ ഒരു സീനിലൂടെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്, അതായത് കിങ് ഗെട്ടോറയാണ് ഇപ്പോൾ മെക്കൻ ഗോഡ്സിലെ കൺട്രോൾ ചെയ്യുന്നത്. അത് ഓണായ ഉടൻ തന്നെ വോൾട്ടറിനെയും ആദ്യം അതിനെ കൺട്രോൾ ചെയ്ത ആളിനെയും കൊല്ലും. പിന്നീട് മെക്ക ഗോഡ്സിലയും തമ്മിൽ ഒരു വലിയ ഫൈറ്റ് നടക്കും. ഇതേ സമയം ജിയ കോങ് കിടക്കുന്ന സ്ഥലത്തേക്ക് പോകും. കോങ്ങിന്റെ ഹേർട്ട് ബീറ്റ് ഓരോ സെക്കൻഡിലും കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജിയ സെൻസ് ചെയ്ത് അറിയും. പിന്നീട് മൊണാർക്കിലെ ടീംസ് ചേർന്ന് കോങ്ങിന്റെ ശരീരത്തേക്ക് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യും. കോങ്ങിന് വീണ്ടും ജീവൻ തിരിച്ചു കിട്ടുകയാണ്. ജിയ കോങ്ങിനോട് പറയും, ഗോഡ്സിലെ അല്ല നിന്റെ യഥാർത്ഥ ശത്രു, ദേ അപ്പുറത്ത് നിൽക്കുന്ന ആളാണ്. നീ ഗോഡ്സിലെ രക്ഷിക്കണം, ഒപ്പം നിന്റെ ജീവനം ശ്രദ്ധിക്കണം. ഇതേ സമയം മെഡിസണും കൂട്ടരും കൂടി ചേർന്ന് മെക്ക ഗോഡ്സിലയുടെ കറണ്ട് സപ്ലൈ ഡിസ്കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവസാനം ഗോഡ്സിലെയും കോങ്ങും കൂടി ചേർന്ന് മെക്ക ഗോഡ്സിലെ കൊല്ലുകയാണ് ചെയ്തത്. പിന്നീട് ഗോഡ്സില വീണ്ടും സമുദ്രത്തിലേക്ക് പോവുകയും ചെയ്യും. അവസാന ഭാഗത്ത് കാണിച്ചിരിക്കുന്നത് മൊണാർക്കും ടീമും കൂടി ചേർന്ന് ഹോളോ എർത്തിലും ഒരു ബേസ് തയ്യാറാക്കും. ഗോഡ്സില വേഴ്സസ് കോങ്ങിൽ അവസാനം നടന്നത് എന്തെന്നാൽ മെക്ക ഗോഡ്സിലെ കീഴ്പ്പെടുത്തിയതിനു ശേഷം കോങ് തിരികെ ഹോളോ എർത്തിലേക്ക് പോകുന്നതും ഇതേ സമയം ഗോഡ്സില മറ്റ് ടൈറ്റൻസിന്റെ ആക്രമണമൊന്നും ഇല്ലാതെ ഹ്യൂമൻസിനെയും അതുപോലെ ഭൂമിയെയും സംരക്ഷിക്കുകയാണ്. ഈ സംഭവങ്ങളെല്ലാം നടന്ന് 3 വർഷങ്ങൾക്ക് ശേഷമുള്ള രംഗങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മളെ ഹോളോ എർത്താണ് കാണിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ കോങ്ങും ഉള്ളത്. കോങ്ങിന്റെ പുറകില് കുറേയധികം ടൈറ്റൻസ് ഓടി വരുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കോങ് ഏതോ ഒരു സ്ഥലം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പോകുന്നത്. കൂടെ ഈ ടൈറ്റൻസും ഉണ്ട്. ഒരു ഘട്ടം എത്തുമ്പോൾ കോങ്ങിന് മുൻപോട്ടോ പുറമോട്ടോ പോകാൻ കഴിയില്ല. ഈ ടൈറ്റൻസ് വിചാരിക്കുന്നത് കോങ് പെട്ടു എന്നാണ്. എന്നാൽ ശരിക്കും അത് കോങ്ങിന്റെ ഒരു ട്രാപ്പ് ആയിരുന്നു. പിന്നെ എന്തായിരിക്കും നടന്നതെന്ന് നമുക്ക് പറയണ്ടല്ലോ. കോങ് മാക്സിമം എല്ലാത്തിനെയും കൊല്ലും. ചിലതൊക്കെ ഇതെല്ലാം കണ്ട് പേടിച്ച് ഓടിപ്പോവുകയും ചെയ്യും. കോങ് ഒരു ഏപ്പ് സ്പീഷ്യസിനകത്ത് വരുന്നതാണ്. കോങ്ങിന്റെ സ്പീഷ്യസിലെ ഏറ്റവും അവസാനമായിട്ട് അവശേഷിക്കുന്നത് കോങ് മാത്രമാണ്. പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കോങ് മറ്റൊരു ഏപ്പ് കരയുന്ന ശബ്ദം കേൾക്കുന്നത്. എന്നാൽ അത് എന്താണെന്ന് നോക്കി ചെല്ലുമ്പോൾ ഒരു വിചിത്രമായ തവളയാണ് ആ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നത്. ഇത് കണ്ട കോങ് വളരെ വിഷമത്തോടെ അവിടെ ഇരിക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. പിന്നീട് നമ്മളെ ഡോക്ടർ ഇലീനയാണ് കാണിക്കുന്നത്. ഇവര് മൊണാർക്ക് ഓർഗനൈസേഷനകത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. മൊണാർക്ക് ഓർഗനൈസേഷൻ അവരുടെ ബേസ് ഇപ്പോൾ ഹോളോ എർത്തിലും സ്ഥാപിച്ചിരിക്കുകയാണ്. ഹോളോ എർത്തിനെ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവർക്ക് ഒരു ബേസ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതേ സമയം ഗോഡ്സില ഹ്യൂമൻസിനെയും എർത്തിനെയും സംരക്ഷിക്കുകയാണ്. ഈ 3 വർഷത്തിന്റെ ഇടയിൽ സൈല എന്ന് പറയുന്ന ഒരു വലിയ ടൈറ്റൻ പ്രത്യക്ഷപ്പെടുകയും മനുഷ്യവാസമെല്ലാം നശിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഇതെല്ലാം അറിഞ്ഞ ഗോഡ്സില കൊളോസിയത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അതുമായി ഫൈറ്റ് ചെയ്യുകയും ഉണ്ടായി. പിന്നീട് ആ ഒരു ടൈറ്റനെ കീഴ്പ്പെടുത്തി ഗോഡ്സില കൊളോസിയത്തിലേക്ക് തിരിച്ചു മടങ്ങുകയും ചെയ്തു. ഗോഡ്സില വേഴ്സസ് കോങ്ങിൽ നമ്മൾ കണ്ട ജിയ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഇലയും തന്റെ മകളായിട്ട് ദത്തെടുത്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഹോളോ എർത്തില് മൊണാർക്ക് ഓർഗനൈസേഷന്റെ ഒരു ബേസ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ബേസിൽ നിന്ന് എന്തോ ഒരു അപകടം വരുന്ന രീതിയിലുള്ള സിഗ്നൽസ് അവർക്കിപ്പോൾ കിട്ടിയിരിക്കുകയാണ്. പക്ഷെ അത് എന്താണെന്നോ ഏതാണെന്നോ ഒന്നും ആ സിഗ്നൽസിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അടുത്ത സീനിൽ നമ്മളെ കാണിക്കുന്നത് ക്ലാസ്സിലിരിക്കുന്ന ജിയയാണ്. ജിയ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് അവൾക്ക് എന്തൊക്കെയോ വിഷൻസ് വരികയാണ്. അതായത് അവളുടെ മൈൻഡിലൂടെ എന്തൊക്കെയോ പോകുന്നുണ്ട്. പക്ഷെ അത് എന്താണെന്ന് അവൾക്ക് അറിയില്ല. ക്ലാസ് കഴിഞ്ഞ് ജിയ ഇക്കാര്യം ഇലയനോട് പറയുന്നുണ്ട്. ഇന്നേരം ഇലയന് ഹോളോ എർത്തിൽ നിന്ന് വന്ന സിഗ്നൽസിനെ പറ്റിയുള്ള കാര്യം ജിയോട് പറയും. അന്നേരമാണ് ശരിക്കും ഇവർക്ക് രണ്ടാൾക്കും മനസ്സിലാവുന്നത്. അതായത് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം സെയിം പ്ലേസിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഹോളോ എർത്തിൽ നിന്ന് സിഗ്നൽസ് വന്ന ഒരു സ്ഥലമുണ്ട്. അതേ സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ജിയയ്ക്ക് വിഷൻസ് ആയിട്ടും വരുന്നത്. ജിയയുടെ പേടി എന്ന് പറയുന്നത് കോങ്ങിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നാണ്. അന്ന് രാത്രി ആയപ്പോഴും ജിയയ്ക്ക് തീരെ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവളുടെ ചിന്തയിൽ മുഴുവൻ കോങ്ങിനെ പറ്റിയാണ്. കാരണം അവൾ ഉറങ്ങാൻ
ഉറങ്ങാൻ ശ്രമിക്കും തോറും അവൾക്ക് വീണ്ടും ആ ഒരു വിഷൻസ് സ്വപ്നമായിട്ട് വരെ വരുന്നു. കോങ്ങിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തിയാണ് ജിയ. അത് മാത്രമല്ല ഇവർ രണ്ടാളും സൈൻ ലാംഗ്വേജ് ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുമുണ്ടായിരുന്നു. കോങ് ഓക്കെ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കോങ്ങിനോട് സംസാരിക്കണമെന്ന് ജിയ ഇലൈനോട് പറയും. പിറ്റേന്ന് രാവിലെ ആയിരിക്കുന്നു. ഇലൈൻ തന്റെ സുഹൃത്തായ ബെർണിയെ പെട്ടെന്ന് കാണണമെന്ന് ആവശ്യപ്പെടുന്നു. കാരണം എന്തെന്നാൽ അയാളെ കൊണ്ട് സിഗ്നൽസിനെ ഒക്കെ ഡീകോഡ് ചെയ്യാൻ സാധിക്കും. നിലവിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന സിഗ്നൽസ് ഏത് ജീവിയുടെയാണ്, ടൈറ്റിന്റെ ആണോ ഇനി അതോ മറ്റ് ജീവികളുടെ വല്ലതും ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ബെർണിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. പക്ഷെ റിസർച്ചിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തെന്നാൽ ഈ സിഗ്നൽസ് ഒക്കെ ഹ്യൂമൻസിന്റേതാണ്, അല്ലെങ്കിൽ ഹ്യൂമൻസ് വഴി പ്രൊഡ്യൂസ് ആയതാണ്. എന്നാൽ അത് എങ്ങനെ പോസിബിൾ ആകും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയമാണ് ഇലൈന്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. ആ മെസ്സേജ് എന്തെന്നാൽ ഗോഡ്സില 1 വർഷത്തിന് ശേഷം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരിക്കുകയാണ്. ചിലപ്പോൾ ഗോഡ്സിലയ്ക്കും മറ്റേതെങ്കിലും ടൈറ്റന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകാം. മറുവശത്ത് ഗോഡ്സിലയാണ് കാണിക്കുന്നത്. ഗോഡ്സില തന്റെ കൊളോസിയം വിട്ട് ഫ്രാൻസിലേക്കാണ് വരുന്നത്. ഫ്രാൻസിലുള്ള ന്യൂക്ലിയർ പ്ലാനറ്റിനെ അറ്റാക്ക് ചെയ്യുക എന്നതാണ് ഗോഡ്സിലയുടെ ലക്ഷ്യം. കാരണം അതുവഴി ഗോഡ്സിലേക്ക് ഒരുപാട് എനർജി കിട്ടും. അതിനുവേണ്ടിയിട്ടാണ് ന്യൂക്ലിയർ പ്ലാനറ്റ് അറ്റാക്ക് ചെയ്യുന്നത്. വരാൻ പോകുന്ന എന്തോ ഒരു അപകടത്തിന് മുൻകൂട്ടി നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് ഗോഡ്സില. മറുവശത്ത് കോങ് മൊണാർക്ക് ഓർഗനൈസേഷന്റെ സഹായത്തോടു കൂടി ഹോളോ എർത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. കോങ്ങിനെ കണ്ടത് ജിയയ്ക്ക് നല്ല സന്തോഷമാകും. പക്ഷെ കോങ്ങിന് ആ സന്തോഷമില്ല. കാരണം എന്തെന്നാൽ അതിന്റെ പല്ലിന് നല്ല വേദനയുണ്ട്. അതുകൊണ്ട് അത് മാറ്റിവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ട്രാപ്പർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സഹായത്തോടു കൂടിയാണ് ഇലയും കോങ്ങിന്റെ പല്ല് മാറ്റിവെക്കുന്നത്. മറുവശത്ത് ഫ്രാൻസിലെത്തിയ ഗോഡ്സില തനിക്ക് വേണ്ടി എനർജി എല്ലാം സേവ് ചെയ്തതിനു ശേഷം അവിടുന്ന് നേരെ ആർട്ടിക്കിലേക്കാണ് പോകുന്നത്. അവിടെ ടിയാമെട്ട് എന്ന് പറയുന്ന ഒരു ടൈറ്റന് നേരെയാണ് ഗോഡ്സില പോകുന്നത്. ശേഷം ആ ടൈറ്റനെ കീഴ്പ്പെടുത്തി അതിന്റെ ഗുഹയിലേക്ക് പോകും. ഈ ടിയാമെട്ട് എന്ന് പറയുന്ന ടൈറ്റൻ ഒരു റേഡിയോ ആക്റ്റീവ് ടൈറ്റൻ ആണ്. അതിന്റെ എനർജി ഫുൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഗുഹയിലേക്ക് പോകുന്നത്. ഇതൊക്കെ കാണുന്ന മൊണാർക്ക് ഓർഗനൈസേഷന്റെ ആളുകൾ വിചാരിക്കുന്നത് ഗോഡ്സില പുതിയ ഏതോ ഒരു ടൈറ്റനുമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ്. അടുത്ത സീനില് ഇലൈനും ജിയയും അവരുടെ ആളുകളും കൂടി ചേർന്ന് ഹോളോ എർത്തിലേക്ക് പോകുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. ഹോളോ എർത്തിൽ എത്തുമ്പോൾ അവർ കാണുന്നത് എന്തെന്നാൽ അവരുടെ ഒരു ബേസ് സ്റ്റേഷൻ തകർത്ത് വാരിയിരിക്കുന്നതാണ്. അത് മാത്രമല്ല അവിടെ ഒരു വലിയ കൈപ്പത്തിക പാടും അവർക്ക് കാണാൻ പറ്റും. എന്തായാലും അത് കോങ്ങിന്റേതല്ല, പിന്നെ ആർഗയായിരിക്കും, പുതിയ ടൈറ്റിന്റേതായിരിക്കും എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകും. എന്തായാലും ഇലേനും അവരുടെ ടീം മെമ്പേഴ്സും കൂടി ചേർന്ന് ആ സിഗ്നലിനെ ട്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. മറുവശത്ത് നമ്മളെ കോങ്ങിനെയാണ് കാണിച്ചിരിക്കുന്നത്. കോണ് ഹോളോ എർത്തിലൂടെ നടന്ന് ഒരു കുഴിയിലേക്കാണ് വീഴുന്നത്. എന്തോ ഒരു കേവ് പോലത്തെ സ്ഥലത്താണ് വീഴുന്നത്. അത് ഹോളോ എർത്തിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിരുന്നു. കാരണം അതിനുള്ളിലും ഗ്രാമം പോലെ വലിയ വലിയ പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു പ്രദേശത്ത് കോങ്ങിന് മറ്റു കുറെ അധികം ഗൊറില്ലകളെയും കാണാൻ സാധിക്കും. പക്ഷെ അവരൊക്കെ കോങ്ങിനെ ഒരു ശത്രുവായിട്ടാണ് കാണുന്നത്. അങ്ങനെ ആ ഗൊറില്ലകൾ തമ്മിൽ കോങ് ഫൈറ്റ് ആകും. ഇവിടെ വെച്ച് കോങ് സൂക്കോ എന്ന് പറയുന്ന ഒരു ചെറിയ ഗൊറില്ലയെ പരിചയപ്പെടാൻ ഇടയാകും. കോങ് സൂക്കയോട് എന്നെ നിങ്ങളുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ആവശ്യപ്പെടും. അങ്ങനെ സൂക്ക പറഞ്ഞിരുന്ന വഴിപ്രകാരം കോങ് അവനെ പിന്തുടർന്ന് അവരുടെ വാസസ്ഥലത്തേക്ക് പോകാൻ തീരുമാനിക്കും. മറുവശത്ത് നമ്മളെ ഇലേനെയും ടീമിനെയുമാണ് കാണിക്കുന്നത്. അവർ ഇപ്പോഴും സിഗ്നൽ അന്വേഷിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി അവർ ഹോളോ എർത്തിലുള്ള ഒരു കാടിനുള്ളിലാണ് എത്തിപ്പെടുന്നത്. ഇതേ സമയം തന്നെ ബെർണി ഇതെല്ലാം ഡോക്യുമെന്റ് ആയിട്ട് ഒരു വീഡിയോയും എടുക്കുന്നുണ്ട്. ഇന്നരമാണ് ഇവരുടെ കൂട്ടത്തിലുള്ള മൈക്കിൾ എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങളെല്ലാവരും എന്നെ ഫോളോ ചെയ്തു വരൂ, എനിക്ക് ഈ കാടിനെ പറ്റി നല്ല പോലെ അറിയാം. ഇവിടെ ഒരുപാടധികം ടൈറ്റൻസ് ഉണ്ട്, വളരെ വലിയ വലിയ ടൈറ്റൻസ്. മനുഷ്യനെ കിട്ടിയ പിച്ച് ചീന്തി കളയും, അതുകൊണ്ട് എല്ലാവരും എന്റെ പുറകെ വരൂ. ഇങ്ങനെ പറഞ്ഞ് നാക്കെടുത്തത് മൈക്കിളിനെ മരത്തിന്റെ ഷേപ്പിലുണ്ടായിരുന്ന ഒരു വലിയ ടൈറ്റൻ വിഴുങ്ങും. പിന്നെ പറയണ്ടല്ലോ, അയാളുടെ കഥ കഴിയും. മറുവശത്ത് കാടിനുള്ളിൽ ജിയയും ഇലേനും കൂടി ചേർന്ന് പ്രാചീന കാലത്ത് ഒരു അമ്പലം കണ്ടുപിടിക്കുകയാണ്. അതിനുള്ളിലെ ടൈറ്റന്റെ രൂപത്തിലുള്ള ഒരു ശിലയും അവർക്ക് കാണാൻ സാധിക്കും. ഇതേ സമയം തന്നെയാണ് അവിടെ ഒരു കല്ലില് ഒരു ഡ്രാഗൺ ഫ്ലൈ വന്നിരിക്കുന്നത്. ആ ഡ്രാഗൺ ഫ്ലൈ വന്നിരുന്ന കല്ല് ജിയ പ്രസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് വെള്ളം വരുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇവരെല്ലാവരും ഈ വെള്ളം ഒഴുകി വരുന്ന ദിശയിലൂടെ പോകുമ്പോൾ അവർ ഒരു വലിയ ചുമരിന്റെ അടുത്താണ് എത്തിപ്പെടുന്നത്. പക്ഷെ ഈ ചുമരെന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യന്മാരുണ്ടാക്കിയതുപോലെ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. ഇതിനുള്ളില് ഇലക്ട്രിക് എനർജിയും ഉണ്ട്. എന്തായാലും ജിയ അത് കീറി അപ്പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്യേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ അങ്ങനെ ചെയ്യും. അങ്ങനെ ഇത് കീറി അപ്പുറത്തേക്ക് പോകുമ്പോൾ അവർ മറ്റൊരു ലോകത്തേക്കാണ് എത്തിപ്പെടുന്നത്. അടുത്ത സീനില് നമ്മളെ കോങ്ങിനെയും സൂക്കോയുമാണ് കാണിക്കുന്നത്. കോങ് സൂക്കോയോട് പറഞ്ഞത് നിന്റെ പ്രദേശത്തേക്ക് എന്നെ കൊണ്ടുപോകാനാണ്. പക്ഷെ സൂക്ക കൊണ്ടുവരുന്നത് ഒരു വെള്ളത്തിന്റെ അടുത്തേക്കാണ്, അതായത് ഒരു നദിയുടെ അടുത്തേക്ക്. കാരണം എന്തെന്നാൽ ഈ വെള്ളത്തിനുള്ളില് ഒരു ടൈറ്റൻ ഉണ്ട്. ആ ടൈറ്റൻ കോങ്ങിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് സൂക്കോ കോങ്ങിനെ കൊണ്ട് അവിടേക്ക് വന്നത്.
അങ്ങനെ ആ ടൈറ്റൻ കോങ്ങിനെ ആക്രമിക്കാനായിട്ട് വരികയും കോങ് ആ ടൈറ്റനെ കീഴ്പ്പെടുത്തുകയും ചെയ്യും. ശേഷം കോങ് ആ ടൈറ്റനെ ഭക്ഷിക്കുന്നതുമാണ് നമ്മളെ കാണിക്കുന്നത്. കോങ് ഇത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂക്കോ മാറിയിരിക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. പിന്നീട് സൂക്കോ അതിന്റെ അടുത്ത് ചെന്ന് ആഹാരം ചോദിക്കും. കോങ് കൈനീട്ടി ആഹാരം കൊടുക്കുമ്പോൾ സൂക്കോ വലിയ ജാടയോടെ വാങ്ങിക്കില്ല. പിന്നീട് കോങ് അത് വലിച്ചെറിയും. അപ്പൊ സൂക്കോ അതെടുത്ത് കഴിക്കുകയും ചെയ്യും. അടുത്ത സീനിൽ കാണിക്കുന്നത് കാട്ടിലുള്ള ഇലൈനയും ജിയയും ഒക്കെയാണ്. ഇവരിങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ച് ആദിവാസി ആളുകൾ ഇവരുടെ അടുത്തേക്ക് വരുന്നത്. എന്നാൽ ഈ ആദിവാസി ആളുകളിൽ ഒരാൾക്ക് ജിയെ മനസ്സിലാകും. കാരണം നമുക്കറിയാം ജിയയും ട്രൈബൽസിനകത്ത് വരുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇവര് ജിയെ തിരിച്ചറിഞ്ഞത്. എന്തായാലും ഇവരിപ്പോ ജിയയും ഇലേനയും എല്ലാവരെയും കൊണ്ട് അവരുടെ പ്രാചീന കാലത്തിലുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും. അവരുടെ ക്യൂൻ ഇവി എന്ന് പറയുന്ന ഒരാൾ വന്ന് ജിയയുടെ കൈ പിടിക്കും. ശേഷം ടെലിപ്പതി ഉപയോഗിച്ച് ജിയ അവരുടെ മൈൻഡ് എല്ലാം മനസ്സിലാക്കും. അതിലൂടെ അവർക്ക് മനസ്സിലാകും അതായത് ഇവര് അപകടകാരിയല്ലെന്നുള്ളത്. മാത്രമല്ല ശരിക്കും ഇവരിവിടേക്ക് വന്നിരിക്കുന്നത് ആ ഒരു സിഗ്നൽ വേവിനെ അന്വേഷിച്ചാണ്. അത് എവിടെയാണെന്നും ഇവി പറഞ്ഞു കൊടുക്കും. നേരത്തെ ബെർണി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ സിഗ്നൽസ് ഒക്കെ ഹ്യൂമൻ മെയ്ഡ് ചെയ്തതാണ്, അതായത് ഹ്യൂമൻ വഴി ഉണ്ടായ സിഗ്നൽസ് ആണെന്നുള്ള കാര്യം. അങ്ങനെ ഇവരാ സിഗ്നൽ വരുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് വലിയൊരു ക്രിസ്റ്റൽ ആണ്. ഈ ക്രിസ്റ്റലിൽ നിന്നാണ് ആ സിഗ്നൽസ് എല്ലാം വന്നത്. ശരിക്കും പറഞ്ഞാല് ഈ ഒരു ട്രൈബൽ ഗ്രൂപ്പ് തന്നെയാണ് സിഗ്നൽ വേവ്സ് ഉണ്ടാക്കിയത്. അതും ഗോഡ്സിലെ അവിടേക്ക് വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അതായത് ഹോളോ എർത്തിലേക്ക് ഗോഡ്സിലെ വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ട്. പിന്നീട് ഈ ഒരു ക്ഷേത്രത്തിന്റെ അണ്ടർഗ്രൗണ്ടിലേക്കാണ് അവർ പോകുന്നത്. അവിടെ മതിലിലെല്ലാം ഓരോ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ കുറെ വർഷങ്ങൾക്ക് മുൻപ് ഹോളോ എർത്തും അതുപോലെ നമ്മുടെ ഭൂമിയും വളരെ സമാധാനത്തോടു കൂടി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ടൈറ്റൻസ് ആയിരുന്നു ഈ രണ്ട് സ്ഥലവും കാത്തുകൊണ്ടിരുന്നത്, അതുപോലെ ഹ്യൂമൻസിനെയും. ആ സമയത്ത് എയ്ഡ്സിന്റെ രാജാവായ സ്കാർക്കിൻ ഭൂമിയുമായിട്ട് ഒരു ഫൈറ്റ് ചെയ്യുകയാണ്. അതായത് ഭൂമിയുമായിട്ട് യുദ്ധത്തിന് തയ്യാറാവുകയാണ്. ആ യുദ്ധത്തിൽ ഗോഡ്സിലെ ആയിരുന്നു സ്കാർക്കിന്റെ ഒപ്പം മല്ലിടാനുണ്ടായിരുന്നത്. അങ്ങനെ ഗോഡ്സില സ്കാർക്കിനെ കീഴ്പ്പെടുത്തും. സ്കാർക്കിൻ ഈ യുദ്ധം ചെയ്തത് തന്നെ ഭൂമിയെ തന്റെ കൈവശമാക്കാൻ, ഭൂമിയെ തനിക്ക് ഭരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഗോഡ്സില സ്കാർക്കിങ്ങിനെ ഭൂമിയിലേക്ക് വരാൻ അനുവദിച്ചില്ല. മാത്രമല്ല അതിനെ കീഴ്പ്പെടുത്തി ശേഷം തടവിലാക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് കോങ്ങും ഇങ്ങോട്ട് വരുന്നത്. അതായത് ഹോളോ എർത്തിലേക്ക് കോങ്ങും വരുന്നത്. കോങ്ങിന്റെ അതേ സ്പീഷ്യസിൽ വരുന്നതാണ് സ്കാർക്കിങ്ങും. കോങ് തന്റെ സ്പീഷ്യസിനെ അന്വേഷിച്ചു നടക്കുന്നുമുണ്ട്. എങ്ങാനും കോങ് ആ സ്കാർക്കിങ്ങിനെ മോചിതനാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭൂമിക്ക് തന്നെ നാശമാണ്. കാരണം ഇപ്പൊ സ്കാർക്കിങ് ഒറ്റയ്ക്കല്ല, ഷിമോ എന്ന് പറയുന്ന ഒരു ടൈറ്റിനെ തന്റെ അടിമയാക്കി വെച്ചിരിക്കുകയാണ് സ്കാർക്കിങ്. അതുകൊണ്ട് ഇനിയൊരു യുദ്ധം നടക്കുകയാണെങ്കിൽ അതിൽ ഷിമോയും കാണും. കഴിഞ്ഞ വട്ടം ഗോഡ്സില സ്കാറിനെ തോൽപ്പിച്ച സമയത്ത് ഗോഡ്സില എങ്ങനെയൊക്കെയാണ് രക്ഷപ്പെട്ടത്. അതായത് ഗോഡ്സില ഒറ്റയ്ക്ക് മാത്രമായിരുന്നു യുദ്ധം ചെയ്യാൻ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പ്രാവശ്യം അങ്ങനെയല്ല. നമ്മള് പ്രാചീന കാലത്തിലെ ഒരു ക്ഷേത്രത്തിനുള്ളിൽ അവർക്ക് ഗോഡായിട്ട് വെച്ചിരിക്കുന്ന ഒരു ടൈറ്റന്റെ രൂപം കണ്ടിട്ടുണ്ടായിരുന്നു. അത് അവർക്ക് ഗോഡായ മോത്രയാണ്. പക്ഷെ മോത്ര ഉണർത്താൻ ജിയയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവരുടെ വിശ്വാസപ്രകാരം ട്രൈബൽ ഗ്രൂപ്പിലെ തന്നെ ഏറ്റവും അവസാനത്തെ വ്യക്തിയാണ് ജിയ എന്ന് പറയുന്നത്. അതും അവരുടെ വിശ്വാസത്തിൽ പറയുന്നത് എന്തെന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഒരാള് തിരിച്ചു വരും. അന്നേരം ആ ഒരാളെ കൊണ്ട് മാത്രമേ മോത്രയെ എഴുന്നേൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ ജിയ. മറുവശത്ത് സുക്കോ കോങ്ങിനെ കൊണ്ട് അതിന്റെ വാസസ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ സ്കാർക്കിങ്ങും ഉള്ളത്. കോങ് വരുമ്പോ കാണുന്നത് എന്തെന്നാൽ അവിടെ വൃദ്ധനായ ഒരു കുരങ്ങനെ മറ്റൊരു കുരങ്ങൻ ഉപദ്രവിക്കുന്നതാണ്. ഇത് കാണുന്ന കോങ്ങിന് നല്ല ദേഷ്യം വരും. കോങ് അവർക്ക് നേരെ പോവാൻ ശ്രമിക്കുമ്പോൾ സൂക്കോ വേണ്ട അങ്ങോട്ടൊന്നും പോവല്ലേ എന്ന രീതിയിൽ അവന്റെ കൈ പിടിക്കുന്നുണ്ട്. പിന്നീട് കോങ് ആ വൃദ്ധനായ കുരങ്ങനെ രക്ഷിച്ചതിന് ശേഷം ബാക്കിയുള്ള കുരങ്ങന്മാരെയൊക്കെ അടിക്കും. ഇത് കണ്ട് എല്ലാ കുരങ്ങന്മാരും നോക്കി നിൽക്കുകയാണ്. കാരണം ഞങ്ങളുടെ സ്ഥലത്ത് വന്ന് ഞങ്ങളെ തന്നെ ഉപദ്രവിക്കുന്ന എന്ന രീതിയിലാണ് ആ കുരങ്ങന്മാരൊക്കെ നോക്കുന്നത്. ഇതേ സമയം തന്നെ സ്കാർക്കിങ് അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. സ്കാർക്കിങ്ങിന്റെ ദേഹത്ത് ഒരു വിപ്പ് കിടക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. അത് ബാർബാറ്റിന്റെ സ്പൈൻസും കൊണ്ട് ഉണ്ടാക്കിയതാണ്. സ്കാർക്കിങ് ഇറങ്ങി വന്ന് നമ്മുടെ സൂക്കോന്റെ അച്ഛനെ അവിടെ ഉള്ള ഒരു ലാവയ്ക്കകത്ത് തള്ളിയിട്ട് കൊല്ലുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. ഇത് കണ്ട് മനം തൊന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സൂക്കോയെയും കാണാം. പക്ഷെ കോങ്ങിന് ഇത് കാണുമ്പോൾ നല്ല ദേഷ്യം വരും. അങ്ങനെ സ്കാർക്കിങ്ങും കോങ്ങും തമ്മിൽ ഒരു ഫൈറ്റ് ആണ് നടക്കുന്നത്. ഫൈറ്റ് ചെയ്ത് സ്കാർക്കിങ് ഷിമോയുടെ സഹായം തേടും. സ്കാർക്കിങ്ങിന്റെ ശരീരത്തിലുള്ള വിപ്പിനുള്ളിലുള്ള ബ്ലൂ കളറിലെ ക്രിസ്റ്റൽ ഉപയോഗിച്ചാണ് ഷിമുവിനെ കൺട്രോൾ ചെയ്യുന്നത്. ആ ക്രിസ്റ്റൽ ഉപയോഗിക്കുമ്പോൾ ഷിമുവിന് അതിയായ വേദന അനുഭവപ്പെടും. അത് കാരണം അതിന് താല്പര്യമില്ലെങ്കിൽ പോലും കൺട്രോൾ ആയേ പറ്റൂ. ഷിമു തന്റെ പവേഴ്സ് ഉപയോഗിച്ച് കോങ്ങിന്റെ ഒരു കൈ ഫ്രീസ് ആക്കും. പക്ഷെ കോങ് ആ ഐസ് എല്ലാം പൊട്ടിച്ചു കളയുകയും ചെയ്യും. അത് കാരണം കോങ്ങിന്റെ കൈക്ക് പരിക്ക് പറ്റും. ഇത് കാണുന്ന സൂക്കോ കോങ്ങിനോട് വെളിയിൽ പോകാനുള്ള വഴി പറഞ്ഞു കൊടുക്കും. അങ്ങനെ കോങ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഗുഹയുടെ വെളിയിലേക്ക് പോകും. കോങ്ങിന്റെ പുറകില് സ്കാറിന്റെ ആളുകളുമുണ്ട്. പക്ഷെ കോങ് അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നത്
തന്റെ സ്ഥലത്തേക്കാണ്. അവിടെ കുറേയധികം ട്രാപ്പുകളും ഉണ്ട്. ആ ട്രാപ്പൊക്കെ കാരണം കുറച്ച് ഏപ്സ് മരിക്കുകയും ചെയ്യും. ഒരു ഘട്ടം എത്തുമ്പോൾ കോങ്ങിന്റെ ട്രാപ്പ് ഈ ഏപ്സിന് മനസ്സിലാകും. പക്ഷെ ആ സമയം സൂക്ക വന്ന് അവിടെ കോങ്ങിനെ സഹായിക്കും. പിന്നീട് പരിക്ക് പറ്റിയ കോങ് ജിയയുടെയും ഇലയിന്റെയും അടുത്തേക്ക് വരുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. കോങ്ങിന്റെ കൈക്കാണെങ്കിൽ ഒട്ടും വയ്യ. അതുകൊണ്ട് ട്രാപ്പർ അതിനുവേണ്ടിക്കുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഹാൻഡ് കൊണ്ടുവരും. കോങ് ജിയയുടെ ഒക്കെ അടുത്തേക്ക് വന്നത് ആ ഒരു ഇലക്ട്രിക് വലയം പോലത്തെ ആ ഒരു സംഭവത്തിനുള്ളിലൂടെയാണ്. ഇതേ സമയം തന്നെ കോങ്ങിന്റെ പുറകിൽ വന്ന ആ ഏപ്സില് ഒരു ഏപ്സ് ഈ കാര്യങ്ങളെല്ലാം കണ്ടിട്ടും ഉണ്ടായിരുന്നു. ആ ഏപ്പ് ഈ നടന്ന കാര്യങ്ങളൊക്കെ സ്കാറിനോട് ചെന്ന് പറയും. ശേഷം സ്കാർ ഷിമോയെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകും. അതായത് കോങ് ഉള്ള സ്ഥലത്തേക്ക് പോകും. സ്കാറും ആളുകളും വരുന്നത് സൂക്ക് കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സൂക്കോ ഇക്കാര്യങ്ങൾ വന്ന് കോങ്ങിനോട് പറയും. കോങ് ഓൾറെഡി തന്നെ ജിയോടും ഇലയിനോടും ഒക്കെ ഈ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോങ്ങിന് ഇപ്പൊ ആർട്ടിഫിഷ്യൽ കൈയൊക്കെ ഫിക്സ് ആക്കിയത് കൊണ്ട് അവന് എനർജിയൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. എനർജി കിട്ടിയ കോങ് ഹോളോ എർത്ത് വിട്ട് ഭൂമിയിലേക്ക് പോവുകയാണ്. എന്തിനെന്നാൽ ആ ഒരു ഗോഡ്സിലെ ഈ ഒരു ഹോളോ എർത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കോങ് ഹോളോ എർത്തിൽ നിന്ന് നേരെ എത്തുന്നത് ഈജിപ്തിലേക്കാണ്. ഗോഡ്സില കോങ്ങിനെ സെൻസ് ചെയ്ത് അവിടേക്ക് വരും. ഗോഡ്സില ചാടി വന്ന് കോങ്ങുമായിട്ട് ഫൈറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷെ കോങ് ആണേലോ കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഗോഡ്സില അത് കേൾക്കുന്ന മട്ടുപോലുമില്ല. മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ എന്നാ പിന്നെ അടിച്ചു തന്നെ തീർക്കാന്നുള്ള രീതിയിൽ കോങ്ങും പിന്നെ ഗോഡ്സിലോടൊപ്പം ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ഘട്ടത്തിൽ ഗോഡ്സില ഇപ്പൊ കോങ്ങിനെ കൊല്ലുമെന്നുള്ള ഒരു അവസരം വരെ എത്തും. പക്ഷെ ഈ സമയമാണ് അവിടേക്ക് ആ ഒരു മോത്ര എത്തിപ്പെടുന്നത്. അതിന്റെ അർത്ഥം ജിയ മോത്രയെ ഉണർത്തിയിരിക്കുകയാണ്. കോങ്ങിനെ ഗോഡ്സിലയുടെ കയ്യിൽ നിന്ന് മോത്ര രക്ഷപ്പെടുത്തും. ശേഷം ജിയയും മോത്രയും കൂടി ഗോഡ്സിലയോട് കോങ്ങിന്റെ ഒപ്പം നീ നിൽക്കണമെന്ന് പറയും. എന്നിട്ട് ഹോളോ എർത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പറയും. മറുവശത്ത് ഹോളോ എർത്തിൽ ഇവി ഡ്രൈവേഴ്സ് ആണ് ആ ഒരു പോർട്ടൽ ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത്. പോർട്ടൽ എന്ന് പറയുമ്പോൾ ആ ഒരു വലയം പോലത്തെ സാധനമാണ്. ഇത് ഓപ്പൺ ആക്കാനും ക്ലോസ് ആക്കാനും അവരെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷെ ഇത് ക്ലോസ് ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്കാർ ഷിമുവിനെയും കൊണ്ട് വരും. ശേഷം ഷിമുവിന്റെ പവേഴ്സ് ഉപയോഗിച്ച് ആ ഒരു പോർട്ടൽ ഫുള്ള് ഫ്രീസ് ആക്കും. കാരണം അതിന് ഒരിക്കലും ക്ലോസ് ആവാതിരിക്കാൻ വേണ്ടി. എന്നാൽ ഇതേ സമയം തന്നെ അവിടെ ഗോഡ്സിലയും കോങ്ങും എത്തുകയാണ്. പിന്നീട് അവിടെ ഒരു വമ്പൻ ഫൈറ്റിംഗ് ആണ് നടക്കുന്നത്. ഗോഡ്സില ഷിമുവായിട്ടും കോങ് സ്കാറുമായിട്ടാണ് ഫൈറ്റ് നടക്കുന്നത്. ചെയ്ത് അവർ ഹോളോ എർത്തിൽ നിന്ന് ഭൂമിയുടെ സർഫസിൽ വന്ന് ഫൈറ്റ് ചെയ്യും. ഫൈറ്റിന്റെ അവസാനം ഗോഡ്സിലയും കോങ്ങും തന്നെയാണ് വിജയിക്കുന്നത്. മാത്രമല്ല സ്കാറിനെയും അവർ എന്നേക്കുമായി കൊല്ലും. അതോടൊപ്പം തന്നെ സ്കാറിന്റെ തടവിലായിരുന്ന ഷിമുവും ഇപ്പൊ മോചിതയായിരിക്കുകയാണ്. പിന്നീട് നമ്മളെ വീണ്ടും ഹോളോ എർത്തിൽ നടക്കുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത്. ഇലയും ജിയോട് നിന്റെ സ്ഥലം എവിടെയാണ്? നിന്റെ ആളുകളെയും നിനക്ക് കിട്ടി. നിനക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമുണ്ടെന്നും എനിക്കറിയാം. നീ ഇവിടെ നിന്നോളൂ എന്ന് പറയും. ഇലയും ഇതെല്ലാം വിഷമത്തോടു കൂടിയാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന ജിയ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെ വരും എന്ന് പറയും. ഇത് കേൾക്കുന്ന ഇലയിനും വളരെയധികം സന്തോഷമാകും. ആ സീൻ കട്ട് ചെയ്ത് മോത്ര ആ ഒരു പോർട്ടല് പഴയതുപോലെ ആക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. ഗോഡ്സിലെയും ഇപ്പൊ തിരിച്ച് കൊളോസിയത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇതേ സമയം ഷിമുവും സുക്കോയും കോങ്ങും ഹോളോ എർത്തിലേക്ക് തന്നെ തിരികെ വരും. സ്കാർ ഭരിച്ചുകൊണ്ടിരുന്ന രാജ്യം ഇപ്പൊ കോങ്ങിന്റേതാണ്. അതായത് അവിടുത്തെ രാജാവ് ഇപ്പോൾ കോങ് ആണ്. ആ ഒരു സീൻ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഗോഡ്സില എക്സ് കോങ് ദ ന്യൂ എംപയർ എന്ന് പറഞ്ഞ ഈ ഒരു മൂവി തീരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അത് കമന്റ്സിലൂടെ അറിയിക്കുക. മൂവിയെ പറ്റി എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ തെറ്റുകുറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടായാൽ അതെല്ലാം കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ഗോഡ്സില ഫാൻ ആണോ അതോ കോങ് ഫാൻ ആണോ എന്നുള്ളതും കമന്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.